ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഗോൾഡൻ സാൻഡ്സ് ഗാർഡിയൻ അച്ചീവ്മെൻറ്റ് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ഇവൻറ്റിൻ്റെ മുകളിലേക്കുള്ള സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് എപ്പോഴും ബെറ്റർ. കാരണം അവിടെ പൊതുവേ എനിമീസ് കുറവായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ലൂട്ടൊക്കെ എടുത്ത് കുറച്ച് എളുപ്പത്തിൽ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം നമുക്കവിടെ കിട്ടും. ഞാൻ ഈ വീഡിയോ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ടാണ് പ്ലേ ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയും ലാഗ് അടിക്കുന്നതായിരിക്കും. ഇത് തന്നെ നമുക്കിവിടെ ഇറങ്ങി ലൂട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മുടെ അച്ചീവ്മെൻറ്റിലേക്ക് കിടക്കാം. ഒരുപാട് സ്റ്റെപ്സ് വരുന്നൊരു അച്ചീവ്മെൻറ്റാണ് ഈ ഗോൾഡൻ സാൻഡ്സ് ഗാർഡിയൻ എന്ന് പറഞ്ഞ അച്ചീവ്മെൻറ്റ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവൻറ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നമ്മുടെ ഒരു ഗേറ്റ് വേ ഓപ്പൺ ചെയ്യാൻ പോലുള്ള ആദ്യമേ ഇതൊക്കെ പൊളിഞ്ഞു കിടക്കുകയായിരിക്കും. ഇതൊക്കെ ഒന്ന് റീബിൽഡ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്കവിടെ ഈ ടവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അവിടെ ഒരു ഷോപ്പെട്ടി പോലത്തൊരു ഇത് കാണാം. അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഓപ്പൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ കാണിക്കുന്നതായിരിക്കും. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അച്ചീവ്മെൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ മാപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഒരു 3 സൈഡിലായിട്ട് ഓരോ സാധനങ്ങൾ ഒരു ഫ്രാഗ്മെൻറ്റ് പോലത്തെ ഒരു സാധനം കളക്ട് ചെയ്യാനായിട്ട് കാണിക്കുന്നതായിരിക്കും. അത് 3 നമുക്ക് പോയി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് അച്ചീവ്മെൻറ്റും കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിലൊരു എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രാഗ്മെൻറ്റ്. നമുക്ക് ഈ ഇപ്പോൾ 3 മാച്ചിൽ ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രാഗ്മെൻറ്റ് തന്നെ 3 തവണ കളക്ട് ചെയ്താലും ഇത് കൗണ്ട് ആവും. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇൻ കേസ് നമ്മൾ ഒരെണ്ണം കളക്ട് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എനിമി നമ്മുടെ കില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാച്ചിലേക്ക് ഇതേ സെയിം പൊസിഷനിൽ തന്നെ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കളക്ട് ചെയ്യാം. 3 തവണ ഇറങ്ങുമ്പോഴത്തേക്കും ഇതേ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമുക്കുള്ള ഈ 3 ഫ്രാഗ്മെൻറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടവർ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിട്ട് ഇരിക്കുന്ന ആ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് 3 പ്രാവശ്യം ഇറങ്ങി 3 മാച്ചിലായിട്ട് വേണമെങ്കിൽ ഈ സാധനം കളക്ട് ചെയ്യാം. എനിക്ക് കുറച്ച് ഇതിൻ്റെ ന്യൂബ് അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് എളുപ്പത്തിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു മാച്ചിൽ തന്നെ ഞാനിത് 3 എണ്ണം കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് ഈ ഇവൻ്റൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. എനിക്കെന്തായാലും ആദ്യമൊക്കെ കുറച്ച് ലോഡിങ് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമ്മുടെ BGMI അറിയാമല്ലോ, BGMI ഒരുപാട് ഗ്ലിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് പേര് ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇനിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ 3 കളക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ടാക്ക് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ടോക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്യൂൻ വന്നിട്ടൊരു അനിമേഷൻ അവിടെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് ആ ഒരു അനിമേഷൻ നോക്കുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം രസമുള്ള അനിമേഷനാണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ആ 3 ഫ്രാഗ്മെൻറ്റ്സും കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ടവറിൽ വന്നിട്ട് ഒരു ടോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അനിമേഷൻ കാണിക്കും. ഇതിന് ശേഷം നമുക്ക് ഇവൻ്റിൽ നിന്ന് പോകാവുന്നതാണ്. നെക്സ്റ്റ് നമുക്കുള്ള അച്ചീവ്മെൻറ്റിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മിനി ഇവൻറ്റിലേക്ക് പോകണം. മിനി ഇവൻറ്റിലേക്ക് പോകുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇതിൻ്റെ സൈഡിൽ തന്നെ അവിടെ വെളിയിലേക്ക് ഇറങ്ങാനൊരു ഓപ്ഷൻ ഉണ്ടാകും. നമുക്ക് അവിടെ ആരുടെ തീ കയറിയിട്ട് ലീവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ എക്സിറ്റ് ആവും. എന്നിട്ട് നേരെ ഈ മിനി ഇവൻറ്റിലേക്ക് ജമ്പ് ചെയ്യാം. ഈ ഓരോ അച്ചീവ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമുക്ക് ഓരോരോ മാച്ചിലായിട്ട് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പ്രശ്നമൊന്നുമില്ല. ഇതിനൊക്കെ തന്നെ കണ്ട് ഇവിടെ ഈ മിനി ഇവൻറ്റ് ഇറങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു വാതിലുണ്ടല്ലേ, അത് നമുക്ക് തുറക്കാൻ വേണ്ടി ഒരു വോൾട്ടിൻ്റെ കീയുടെ ഒരു ആവശ്യമുണ്ട്. ഈ ഒരു ലൊക്കേഷനിൽ പോയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അകത്ത് നമുക്ക് വോൾട്ട് കീ കിട്ടും. എനിക്ക് വേണ്ട ഇതിൻ്റെ അകത്ത് ഈ വോൾട്ട് കീ ഇട്ടുണ്ട്. ആ വോൾട്ട് കീയുമായിട്ട് നമുക്ക് നേരെ താഴേക്കുള്ള ആ ഒരു കണ്ട വോൾട്ടിൻ്റെ അടുത്തേക്ക് പോകാം. ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ കീ വേണം. ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടേക്ക് ഒന്ന് ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു റിങ് പിക്കപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഇപ്പോഴും ഒരു ക്യൂൻ വന്നിട്ട് നമുക്കൊരു അനിമേഷൻ തരുന്നുണ്ട്. ഇതൊക്കെ കാണാൻ അത്യാവശ്യം നൈസായിട്ടുണ്ട്. ആ റിങ്ങൊക്കെ ക്യൂൻ നോക്കും. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഈവൻറ്റിൻ്റെ സെൻറ്ററിലേക്കൊരു കുഴി പോലൊരു ഇത് കാണും. അതിലേക്ക് ജമ്പ് ചെയ്യുക.
അതിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രൻസിൽ തന്നെ അവിടെ ടച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ആ ഒരു പോസ്റ്ററാണ് അത് കാണിക്കുന്നത്. ആ പോസ്റ്ററിൻ്റെ അകത്തുനിന്ന് ക്യൂൻ ഇങ്ങനെ വന്നിട്ട് അതിനൊരു ആനിമേഷൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് കഴിയുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഈ ജോജോ പോളിൻ്റെ ആ ഒരു സൈഡിൽ മലയാളമായിട്ട് നമുക്കൊരു സെലിബ്രേഷൻ്റെ ഒരു സൈൻ കാണാൻ പറ്റും. അവിടേക്ക് പോകുന്നതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു സെലിബ്രേഷൻ്റെ ഓപ്ഷൻ കാണിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്യൂവിൻ്റെ ഒരു അനിമേഷൻ കാണാൻ പറ്റും. അത്യാവശ്യം ഫയർ വർക്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഇവിടെ. അത് കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ മാച്ചിലായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓരോരോ മാച്ചിലായിട്ട് നമുക്കിത് തീർത്ത് കഴിഞ്ഞാലും ഈ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. ഇവിടുത്തെ ഒരു പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതെന്ന് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ആ ഒരു സ്പിയറും ആ ഒരു ഡാഗറും നമുക്ക് എടുക്കണം. എനിക്കിപ്പോൾ ഡാഗറിൻ്റെ ഓപ്ഷൻ വന്നിരിക്കുന്നത് കോറിയിലേക്കാണ്. നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് ഡാഗർ ഓപ്പൺ ചെയ്യാനായിട്ട് ഓരോ ടൈമിലും ഓരോ പ്ലേസിലായിരിക്കും ഈ സാധനം വരിക. ചിലപ്പോൾ നമുക്ക് മിൽട്ട പവറിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കോറിയിലായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ സൈഡിലാവും, മിലിറ്ററി ബേസിലോട്ട് കയറുന്ന ബ്രിഡ്ജിൻ്റെ അവിടെയാവും. എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഈ ഡാഗർ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മിൽട്ട പവറിലേക്കാണ്. അവിടെയാണ് നമ്മുടെ സ്പിയർ ഉള്ളത്. ആ സ്പിയർ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് മിൽട്ട പവറിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് വരിക. ഓരോ ടൈമിലും ഓരോ ഇടത്തായിരിക്കും ഈ സ്പിയറിൻ്റെ ഇത് വരുന്നത്. ഇവിടെ നിന്ന് ആ സ്പിയർ കളക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിവിടെ നിന്ന് ആ ഒരു ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ആ സ്പിയർ എടുക്കുക. അതിൻ്റെ ഒരു അനിമേഷൻ വരുന്നതായിരിക്കും. ഈ ഒരു സ്ഫിയറും ക്യൂൻ ഇൻസ്പെക്ട് ചെയ്യും. അതിനുശേഷം നമുക്കത് തിരിച്ചു തരും. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ഏകദേശം നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാനിതിൽ ഇപ്പം ഡെഡാവും, കാരണം സോൺ ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലാകപ്പാടെ വരുന്നത് നമുക്ക് ഡിന്നർ അടിക്കുക, അത്രേ ഉള്ളൂ. ആ ഡിന്നറും കൂടി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. ഞാൻ വേറൊരു മാച്ചിൽ ഡിന്നർ അടിച്ച് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കിട്ടും. കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് ഏകദേശം കംപ്ലീറ്റ് ആണ്. നമുക്ക് 2 ക്ലാസിക് റേറ്റിൻ്റെ കൂപ്പണും നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ് ടൈറ്റിലുമാണ് നമുക്ക് കിട്ടുന്നത്. 2 പ്രീമിയം റേറ്റും കിട്ടുന്നുണ്ട്. അല്ലേ, ഗോൾഡൻ ചാൻസ് ഗാർഡിൽ നിന്ന് അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.